യാ അബൂബക്കർ, അബൂബക്കറേ, അലാ ഉഖ്രിഉക ആയതൻ ഉൻസിലത് അലയ്യ, എനിക്കിറങ്ങിയ ഒരായത്ത് ഞാൻ ഓതിത്തരട്ടെ, ഖുർആനിൽ എനിക്ക് ഇറങ്ങിയ ഒരായത്ത് ഞാൻ ഓതിത്തരട്ടെ എന്ന് ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ, അങ്ങ് ഓതിത്തരണം. അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുത്തു. മൻ യഅമൽ സൂഅൻ യുജ്സ ബി വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ. മൻ യഅമൽ സൂഅൻ യുജ്സ ബി, ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ അതിനുള്ള ശിക്ഷ, അതിനുള്ള നടപടി, അതിനുള്ള ശിക്ഷ അവന് കിട്ടുക തന്നെ ചെയ്യും. ഫലാ യജിദ് ലഹു, അവന് എത്തിക്കുകയില്ല മിൻ ദൂനില്ലാഹി, അല്ലാഹനെ കൂടാതെ വലിയ്യൻ വലാ നസീറാ, ഒരു സഹായിയോ, അവനെ രക്ഷപ്പെടുത്താൻ ഒരു സഹായിയോ, അവനെ രക്ഷിക്കാൻ ഒരു രക്ഷിതാവോ കടന്നു വരൂല. അല്ലാഹു അവനെ പിടികൂടി ആ തെറ്റിന് ശിക്ഷിക്കുക തന്നെ ചെയ്യും. മൻ യഅമൽ സൂഅൻ, ഒരു തെറ്റ് ചെയ്താൽ യുജ്സ ബിഹി, അതിനുള്ള ശിക്ഷ കിട്ടും. ഒരാളും സഹായിക്കാൻ വരൂല. നീ ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടും. ഒരാളും സഹായിക്കൂല, ഒരു രക്ഷിതാവും രക്ഷപ്പെടുത്തൂല, ജാമ്യത്തിലിറക്കാൻ ആള് വരൂല. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആകെ തളർന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആകെ വിഷമിച്ചു. സിദ്ദീഖ് തങ്ങൾ തന്നെ പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ ഭാരം, താങ്ങാൻ കഴിയാത്ത ഏറ്റവും വലിയ ഭാരമായി. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്ത ആയത്താണ്, തെറ്റ് പറ്റിപ്പോയാൽ ശിക്ഷ കിട്ടും, ഒരാളും രക്ഷിക്കാനുണ്ടാവുകയില്ല എന്ന റബ്ബിന്റെ കൽപ്പന. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ അബൂബക്കറേ, മാ ശഅനുക യാ അബൂബക്കർ, എന്താണ് വല്ലാത്ത വിഷമം, എന്താണ് വല്ലാത്ത സങ്കടം? അല്ലാഹുവിന്റെ റസൂലേ, സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വഅയ്യുനാ ലം യഅമൽ സൂആ, ഞങ്ങളുടെ കൂട്ടത്തിൽ തെറ്റ് ചെയ്യാത്തവരാരാണ് നബിയേ? തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷ കിട്ടുമെന്ന് അല്ലാഹു പറഞ്ഞില്ലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ തെറ്റ് ചെയ്യാത്തവരാരാ നബിയേ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കറെ, അമാ അൻത യാ അബൂബക്കർ, അബൂബക്കറെ, വൽ മുഅ്മിനൂന, നീയും നിന്നെപ്പോലുള്ള മുഅ്മിനീങ്ങൾ ഫതുജ്സൂന ബിദാലിക ഫിദ്ദുനിയ, ദുനിയാവിൽ തന്നെ അതിനുള്ള ശിക്ഷകൾ അല്ലാഹു നൽകിക്കൊണ്ടിരിക്കും, ആഖിറത്തിലേക്ക് നിർത്തൂല. ഗഫറല്ലാഹു ലക യാ അബൂബക്കർ, അബൂബക്കറെ, അതുകൊണ്ട് ദുനിയാവ് തന്നെ അല്ലാഹു അങ്ങനെ പുറത്തു തരും. അലസ്ത തംറൻ, നിനക്ക് രോഗം വരാറില്ലേ? അലസ്ത തൻസബ്, ക്ഷീണം വരാറില്ലേ? അലസ്ത തഹ്സൻ, ദുഃഖങ്ങൾ വരാറില്ലേ? ഇടങ്ങറ്, ബുദ്ധിമുട്ട്, ടെൻഷൻ, രോഗം, ഇതൊക്കെ ദുനിയാവിൽ വരാറില്ലേ? ബലാ യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഫഹിയ മാ തുജ്സൗന ബിഹി ഫിദ്ദുനിയാ, നിനക്കും നിന്നെ പോലെയുള്ള മുഅ്മിനീങ്ങൾക്കും ദുനിയാവിൽ തന്നെ അല്ലാഹു നൽകുന്ന നടപടിക്രമങ്ങളാണത്. ചെയ്തു പോയ തെറ്റുകൾക്കുള്ള നടപടിക്രമങ്ങളാണ് അത്. ആഖിറത്തിലേക്കുള്ള നീട്ടിവെക്കൂല. നിങ്ങൾക്ക് രോഗം വന്നാൽ ആ രോഗത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്ത തെറ്റുകൾ, പാപങ്ങൾ പൊറുക്കും. നിങ്ങൾക്ക് വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ വന്നാൽ അതിന്റെയൊക്കെ പേരിൽ നിങ്ങളുടെ പാപങ്ങൾ അങ്ങനെ പുറത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്കും നിന്നെ പോലെയുള്ള മുഅ്മിനീങ്ങൾക്കും ആഖിറത്തിലെ ശിക്ഷ ഭയപ്പെടണ്ട എന്ന് മഹാനായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സമാധാനമായത്.